ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നീളുകയാണ്. എൻ വാസുവിന്റെ അറസ്റ്റ് നടന്നിട്ടും പത്മകുമാറിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ മണിക്കൂറിൽ 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും പത്മകുമാർ ഹാജരായിരുന്നില്ല. ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നു. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കും എന്ന സൂചനകളും ശക്തിപ്പെടുകയാണ്. അനന്തകൃഷ്ണപരങ്ങളുമായി അനന്തൻ, പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ? അറസ്റ്റ് ഭയന്നാണോ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നത്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി നിർണായകമായൊരു നടപടിയുള്ളത് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ അന്വേഷണ സംഘം പൂർത്തിയാക്കി. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം നേരത്തെ തന്നെ SIT എടുത്തതാണ്. അദ്ദേഹത്തിന് 2 തവണ നോട്ടീസ് നേരത്തെ നൽകിയിരുന്നു. ആദ്യത്തെ തവണ അദ്ദേഹം ഹാജരായില്ല. അന്ന് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത്. 2ാമത്തെ തവണ നോട്ടീസ് നൽകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ മരണം സംഭവിച്ചത്. പിന്നീട് സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അദ്ദേഹം അവകാശം തേടുകയായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഹാജരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന SITക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനുള്ള നടപടികളൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇതുവരെ പത്മകുമാർ SITയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒരു ഭാഗത്ത് SIT നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വസതിയിലേക്ക് നേരിട്ട് SIT അംഗങ്ങൾ പോകാനുള്ള ഒരു നീക്കം ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ നിർണായകമാണ്. കാരണം 2019 അദ്ദേഹമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അതിനൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ 2 പേരും ഉണ്ട്, ശങ്കരദാസും വിജയകുമാറും. ഈ 3 പേരും ഒരുമിച്ച് ആണ് പ്രതിപട്ടികയിലുള്ളത്. അതായത് 2019 ദേവസ്വം ബോർഡാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. അപ്പോൾ ഈ ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ എൻ വാസു, അന്ന് കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ എൻ വാസുവിന്റെ പങ്ക് തെളിയുന്നതിനോടൊപ്പം അന്നത്തെ ബോർഡിന്റെ അനുമതി കൂടി ഇല്ലാതെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടികൾ പൂർത്തിയാകില്ലായിരുന്നു. അപ്പോൾ ബോർഡ് ഏത് രീതിയിലാണ് ഇതിന് ഒത്താശ ചെയ്തത് എന്നാണ് SIT അന്വേഷിച്ചത്. അതിനെ സാധൂകരിക്കുന്ന, ബോർഡിന്റെ പങ്കാളിത്തം സാധൂകരിക്കുന്ന മൊഴികൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ പത്മകുമാറിനെ ഇപ്പോഴും പത്മകുമാർ SITയുടെ പരിധിക്ക് പുറത്തു നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലാണ് സാധ്യത തന്നെയല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ബോർഡ് പ്രതിയാണ്. നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു. പഴയ CPM നേതാവാണ്. പിന്നീട് ദേവസ്വം കമ്മീഷണറായി. വലിയ സ്വാധീനം ഭരണതലത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളാണ്. മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദത്തിലേക്ക് വരുന്നു. അപ്പോൾ വാസുവിന്റെ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അറസ്റ്റ് അത് തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും ഇനിയുള്ള നടപടിക്രമം എന്ന് തന്നെ ഉറപ്പിക്കാമോ? പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് കൂടുതൽ വൈകുകയാണ്. അതിന് രതീഷ്, നമുക്കറിയാം എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നീണ്ടുപോയി. പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തപ്പോഴാകട്ടെ കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം പറയുന്നത് വാസുവിന് ജാമ്യം നൽകിയാൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ്. ഈ കേസിൽ അതൊരു സാധാരണ ഒരു വാചകം എന്നതിനപ്പുറം ഒരു ഗൗരവം SIT നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത്രയും സ്വാധീനമുള്ള വ്യക്തി ഈ അന്വേഷണം തുടങ്ങി 1 മാസം പിന്നിടുമ്പോഴും പുറത്തു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കില്ലേ? ഇപ്പോൾ മാത്രമാണോ അത് SITക്ക് തോന്നിയത് എന്നുള്ള ഒരു സംശയം തോന്നാം. അതുപോലെ തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും. പത്മകുമാറും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലൊക്കെ കാര്യമായ ബന്ധങ്ങൾ ഉണ്ടാകും, തെളിവ് നശിപ്പിക്കാം, സാക്ഷികളെ സ്വാധീനിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായാൽ പോലും ഒരുപക്ഷെ ആ ഒരു സ്ഥിരം വരി തന്നെയായിരിക്കും റിമാൻഡ് റിപ്പോർട്ടിൽ SIT എഴുതുക. അതിനപ്പുറം അതിനൊരു പ്രാധാന്യമില്ല. ഗൗരവതരമായ ഇടപെടലാണല്ലോ നമ്മുടെ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ കോടതിയുടെ ഭാഗത്ത് അതീവ ഗൗരവതരമായ നടപടിയാണ്. കോടതി നേരിട്ട് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നു. മാത്രമല്ല DGPയെ ഉൾപ്പെടെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയിരുന്നു. കോടതിക്ക് മാത്രമാണ് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകിയതാണ്. അപ്പോൾ വളരെ വിശ്വാസ്യതയുള്ള രഹസ്യാത്മകമായ ഒരു അന്വേഷണം എന്ന നിലയിൽ തന്നെയാണ് കോടതി അക്കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത്. പക്ഷേ അന്വേഷണ സംഘത്തിന് മേലും വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിന്റെ സൂചനയാണോ വാസുവിന്റെ അറസ്റ്റ് നീണ്ടുപോയതിലൂടെ ഇപ്പോൾ പത്മകുമാറിന്റെ എതിരായ നടപടികൾ ഇങ്ങനെ വൈകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദമാണോ?
രതീഷ്, രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും കഴിഞ്ഞ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവുകളിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതിന്റെ ഏകദേശ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് വലിയ സ്വർണ്ണക്കൊള്ളയായിരുന്നുവെന്നും അതിന് ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ ഉന്നതരുടെയും പങ്കുണ്ട് എന്നുമുള്ള സൂചനകൾ കോടതി നൽകിയിരുന്നു. അപ്പോൾ കോടതി തന്നെയാണ് ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെയും 2019 ദേവസ്വം ബോർഡിനെയും ഒക്കെ സംശയങ്ങളിൽ നിർത്തുന്ന ഉത്തരവുകൾ പുറത്തിറക്കിയത്. മാത്രമല്ല ഇവരെ കേന്ദ്രീകരിച്ച് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവിൽ പോലും ദേവസ്വം ബോർഡിനെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം വേണമെന്ന ഉത്തരവിൽ കൃത്യമായി കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടും എന്തുകൊണ്ടാണ് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ പോലും വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ എൻ വാസു അറസ്റ്റായ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് CPM നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം SITക്ക് മേലിൽ വരുന്നുണ്ടോ എന്നുള്ള സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എൻ വാസു CPMവുമായി മുഖ്യമന്ത്രിയുമായൊക്കെ നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് തീർച്ചയായിട്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ മറ്റൊരു CPM നേതാവ് കൂടി അന്നത്തെ പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും അത് രാഷ്ട്രീയമായ സമ്മർദ്ദം ഏറും CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഈ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടോ, രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം SITക്ക് മുകളിൽ വരുന്നുണ്ടോ എന്നുള്ള സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനൊരു സ്ഥാനം, അതിനൊരു പ്രാധാന്യം തന്നെ ഉണ്ടാകും. കാരണം ഇത്രയും സ്വാധീനശേഷിയുള്ള ആൾക്കാർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് A പത്മകുമാർ. കാരണം 2019 ദേവസ്വം ബോർഡിനെ തന്നെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പത്മകുമാർ അടക്കം ആ ബോർഡിലെ 2 അംഗങ്ങൾ അടക്കമുള്ളവരാണ് പ്രതിപട്ടികയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാതെ ഇപ്പോഴും അവർക്ക് അസ്വാഭാവികമായ സാവകാശം നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് വളരെ പ്രധാനമാണല്ലോ. അസ്വാഭാവികമായ സാവകാശം സാധാരണ നിലയിൽ കിട്ടാത്തൊരു ആനുകൂല്യം എങ്ങനെയാണ് ഈ പ്രതിപട്ടികയിലുള്ളവർക്ക് ലഭിക്കുന്നത്? ഈ അസ്വാഭാവികമായ സാവകാശത്തിന് പിന്നിൽ എന്താണ്? അത് അന്വേഷണ സംഘത്തിന് മേലുള്ള വലിയ സമ്മർദ്ദമാണോ, രാഷ്ട്രീയ സമ്മർദ്ദമാണോ, തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടുള്ള സമ്മർദ്ദമാണോ? ശബരിമലയിലെ സ്വർണം കളവ് പോയി, അമ്പലക്കൊള്ളയാണ് നടന്നത് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ ഇഴയുന്നത്? ആദ്യത്തെ ആവേശം അന്വേഷണ സംഘത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ വാസുവിന്റെ അറസ്റ്റ് നടന്നിട്ടും പത്മകുമാറിനെ ഇതുവരെ ചോദ്യം ചെയ്യുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടുതൽ സജീവമാവുകയാണ്. ഇപ്പോൾ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമാവുകയാണ്. ദേവസ്വം ബോർഡിന് പുതിയ നേതൃത്വം വന്നു. മുതിർന്ന മുൻ മന്ത്രി ദേവസ്വം ബോർഡിന്റെ അംഗമാകുന്നു, മുൻ ചീഫ് സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നു. ഇരുവരും ഇന്ന് അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഗൗരവത്തിൽ ഈ വിഷയങ്ങളെ കാണുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും മറുഭാഗത്ത് പക്ഷേ അങ്ങനെയല്ല, അസ്വാഭാവികതയുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴായിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വീണ്ടും വരിക? രതീഷ്, വരുന്ന ആഴ്ച ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് നൽകിയിരുന്ന ഒരു കാലപരിധി, അന്വേഷണത്തിനുള്ള കാലപരിധി, ഹൈക്കോടതി നൽകിയിരുന്ന കാലപരിധി അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ അടുത്ത ആഴ്ചയാണ് ഹാജരാക്കേണ്ടത്. പക്ഷേ ഹാജരാക്കുമ്പോഴും അതിന് തൊട്ടു മുൻപും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡിനെ തന്നെയും പ്രതി ചേർത്തിട്ടും ആ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ 2019 ദേവസ്വം ബോർഡാണല്ലോ ഇതിനെല്ലാം അന്തിമമായൊരു മൊഴി നൽകേണ്ടത്. കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇതിന് അനുമതി നൽകിയത്, ആരുടെ സമ്മർദ്ദത്താലാണ് എന്നെങ്കിലും അന്വേഷണ സംഘത്തിന് മുൻപിൽ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണിപ്പോൾ വൈകുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സംശയം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് A പത്മകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി പുറത്തു നിൽക്കുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയമാണ് പൊതുവിൽ ഉയരുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ SITയുടെ ഓഫീസിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മുൻ ജീവനക്കാരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധന സന്നിധാനത്ത് അടുത്ത ആഴ്ച നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ മുൻപ് എന്താണ് ദേവസ്വം ബോർഡിൽ 2019 സംഭവിച്ചത് എന്ന് SITക്ക് അറിയേണ്ടതില്ലേ? 2019 ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് താനിത് ചെയ്തതെന്ന് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ മുൻകൂർ ജാമ്യ ഹർജി തന്നെയാകും SITക്ക് മുന്നിൽ ജയശ്രീ കൊടുക്കാൻ പോകുന്ന മൊഴി തന്നെയും. അപ്പോൾ അന്നത്തെ ദേവസ്വം സെക്രട്ടറിയും കുറ്റപ്പെടുത്തുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിനെയാണ്. അങ്ങനെയുള്ള ദേവസ്വം ബോർഡിനെയാണ് ഇപ്പോഴും ചോദ്യമുനയിലേക്ക് കൊണ്ടുവരാതെ അവർക്ക് വേണ്ടുന്ന സാവകാശം ഇപ്പോഴും SIT കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സാവകാശം? എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിലൂടെ അവിടെ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയല്ല. ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു സംഭവം ഉണ്ടായാൽ, ഒരു ആരോപണം ഉണ്ടായാൽ, പരാതി ഉണ്ടായാൽ അന്വേഷണം നടക്കുന്നു. അതിന്റെ തുടർച്ചയായി അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു കണ്ടെത്തൽ, ഒരു സ്ഥിരീകരണം ഉണ്ടാകും. പക്ഷേ നിലവിൽ തന്നെ അവിടെ എന്താണ് നടന്നത് എന്നറിയാം.
കോടികളുടെ സ്വർണം കൊണ്ടുപോയി. അതിന് മൂല്യത്തിനപ്പുറമുള്ള മൂല്യമുണ്ട്. ആ സ്വർണം കൊണ്ടുപോയി എന്നത് പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല അക്കാര്യം ഹൈക്കോടതി സ്ഥിരീകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരവധി പരാമർശങ്ങൾ അക്കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊന്നും ഇനി ഒന്നും മനസ്സിലാക്കാനില്ല. ഇത് കൊണ്ടുപോയ ആളുകളെ സംബന്ധിച്ചും വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ മെല്ലെപ്പോക്ക്, അസ്വാഭാവികമായ ഒരു മൗനം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.